ഗിരിജ മരിച്ചപ്പോഴേ വിചാരിച്ചു തുടങ്ങിയത് ബോംബെ വിടണമെന്ന്. മോടെ പഠിത്തം നിന്നത്. ആയുസിന്റെ നല്ലൊരു ഓഹരി ഒരു മഹാനഗരം വീതിച്ചെടുത്തിടും. അല്ലെങ്കിൽ ആ നഗരം തിന്നു തീർത്തു. ഇത്രയും വലിയ ജോലിയൊക്കെ അവിടെ ഉള്ളപ്പോ എന്റെ കാലശേഷവും ടൈംസ് ഓഫ് ഇന്ത്യയും ആ ജോലിയൊക്കെ അവിടെ തന്നെ കാണും. എനിക്ക് പകരം ആ കസേര വേറൊരാൾ. 2-2.5 കൊല്ലം കൂടെ. അത് കഴിഞ്ഞാൽ ഒക്കെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോയി. പിന്നെ ഇവിടെ ഈ നിലാവും കണ്ട് ഇങ്ങനെ കിടക്കണം. നിലാവും കണ്ട് കിടന്നാ പോരാ, നിലാവിനോടെ വർത്തമാനം പറയണം. എവിടുന്നാ കൃഷ്ണ ഒരു നാടൻ പാട്ട്? അത് ദേവേട്ടൻ ഓർമ്മയുണ്ടോ? കുട്ടിക്കാലത്ത് ആരും കയറാത്ത മരത്തുമ്മല് കൊരങ്ങനെ പോലെ ഓടിക്കയറുന്ന വേലായുധനെ. ഒരിക്കൽ മരത്തുമ്മ കയറാൻ നേരത്ത് ദേവേട്ടൻ അവന്റെ കീറട്ട് ഹൗസിന്റെ മൂട്ടില് വാല് പോലൊരു സാധനം വെച്ചു കൊടുത്തു. അവനത് അറിഞ്ഞിരുന്നില്ല. കുട്ടികൾ അവനെ കൊരങ്ങെന്ന് വിളിച്ചു. പിന്നീട് അവന്റെ പേര് അതായില്ലോ. വേലായുധൻ. അവനിപ്പോ പ്രാന്ത കുറക്കാലായി. അതെന്തേത് ആർക്കറിയാം? മനുഷ്യന്മാർക്ക് എന്തിനാ പ്രാന്താവണത്, മനുഷ്യന്മാരെന്തിനാ മരിക്കണത്, അല്ലെങ്കിൽ തന്നെ മനുഷ്യന്മാരെന്തിനാ ജനിക്കണത്, എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. ആ വേലായുധനാ പാടണേ. അതിരിക്കട്ടെ, നിന്റെ പാട്ടൊക്കെ എന്തായി? ഇങ്ങനൊക്കെ കൂടുമ്പോ ഒരു പാട്ട് പതിവുള്ളതല്ലേ? അതെ, കഴിഞ്ഞ കർക്കിടകത്തിലെ മലവെള്ളത്തിൽ ഒലിച്ചുപോയി. എന്നാലും വിത്തിന് വെച്ചത് ഒരിത്തിരി നിന്റെ മനസ്സിന്റെ തട്ടുംപുറത്ത് കാണുമല്ലോ. അത് പെരിച്ചാഴി കാരണം അതിന്ന് ഒരിത്തിരി. അപ്പൊ നോക്കൽ ഞാൻ റെഡി. കൃഷ്ണേട്ടാ എത്തിയോ മാളു? ഞാൻ കരുതിയെ സ്വീകരിക്കാൻ ആ പഠിപ്പുരയിൽ വന്ന് കാത്തു നിൽപ്പുണ്ടാവുന്നു. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുക. ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് കുളിയും പാസാക്കി കാത്തു നിൽക്കണമെന്ന് വിചാരിച്ചത് തന്നെയാ. ഇത്ര നേരത്തെ എത്തുമെന്ന് ഞാൻ കരുതിയോ? ഡൽഹിന്ന് വിമാനം ഇങ്ങോട്ട് എത്താൻ 2 ദിവസമൊന്നും വേണ്ട കൃഷ്ണ. നീ ചന്തക്ക് പോണ പോലെ അല്ല ഇത്. എന്താ സുഖമല്ലേ? സുഖം. മൂപ്പര് വന്നില്ലേ? തിരക്ക്. നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ട് മുഴുവനാവുള്ളൂ. ഈ ഇടയ്ക്ക് ഒരു പുസ്തകത്തിൽ ഞങ്ങളെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് കുട്ടിയോട് പറഞ്ഞു. വേറെ എന്താ ഞാൻ എഴുത്, നിങ്ങളെ പറ്റിട്ടൊക്കെ അല്ലാതെ. വരുന്നില്ലേ? നിങ്ങൾ ചെന്നോ, ഞാൻ എത്തി. അവൻ അതൊക്കെ ചുമന്ന് മേലല്ലെങ്കിൽ നടത്തെങ്കിലേ തൃപ്തിയാവും. മാങ്ങ ഉപ്പും കൂടി തിന്നണമെന്നാ കുട്ടികൾ തിന്നു തീർക്കല്ലേ? വലിച്ച പല്ലില്ല, അങ്ങനെ അങ്ങടെ അകത്ത് പോവും. എന്റെ മുഖം പത്രത്തിലും ടിവിയിലും അല്ലാതെ കണ്ട കാലം മറന്നല്ല കുട്ടിയെ. അത് ശരി, ഇവിടെ വന്നപ്പോ ദേവയുടെ നിലത്തൊന്നും അല്ലല്ലേ? ഏട്ടനെല്ലാം മറന്ന് ജീവിക്കുക മോളെ. കുറച്ചു ദിവസമായിട്ട് കള്ളക്കച്ചവട സാഹിത്യ പത്രപ്രവർത്തനത്തിന് തൽക്കാലം വിട. സരസ്വതി തമ്പുരാട്ടി തടിച്ചു അല്ലേ ചേച്ചി? നിനക്ക് ഈ ഒരു ബാഗേ ഉള്ളൂ. ഈശ്വരമംഗലത്ത് നിന്ന് മാള് പോകുമ്പോ ഒന്നും കൊണ്ടുപോയില്ലല്ലോ അമ്മേ. ഒക്കെ ഇവിടെ തന്നെ ഇല്ലേ? അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് സുഖം തോന്നിയില്ല. മാളുവിന്റെ മുഖത്തെന്താ ഒരു തെളിച്ചില്ലാത്ത? യാത്രക്ഷീണം കൊണ്ട് തോന്നിയതോ? ഡൽഹിന്ന് നടന്നല്ലോ, വിമാനത്തിലല്ലേ വന്നത്. കുട്ടികളും കുടുംബക്കാരും കൂട്ടക്കാരും ഒക്കെ ആയിട്ട് ഒരു ജാഥയ്ക്ക് ആളുണ്ടല്ലോ ഇവിടെ. അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങുക, മനസ്സ് തുറന്ന് ചിരിച്ച് കളിച്ച് സന്തോഷിക്കുക. എന്തൊരാർത്തിയാടി ഇത്? കൊറേ നാളെ ചേച്ചി ഈ രുചി അറിഞ്ഞിട്ട്. ഇന്ന് പുലർച്ചെ മുതൽ ഒന്നും കഴിച്ചില്ല. പിന്നെ ഫ്ലൈറ്റിലെ വഴിപാട് പാക്കറ്റ് അത് ഞാൻ തുറന്നേ നോക്കില്ല. അല്ലെങ്കിൽ ആകാശത്തിരുന്ന് വല്ലതും കഴിക്കാൻ തോന്നുവോ? പേടിയാവില്ലേ? ഞാനിതുവരെ പ്ലെയിനിൽ കയറിയിട്ടേ ഇല്ല. അമ്പിക ചെറിയമേ, കൃഷ്ണേട്ടന്റെ ആ സ്പെഷ്യൽ കടുമാങ്ങ കാണില്ലേ? ഒന്ന് നോക്കിയേ. ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കൃഷ്ണൻ, നാളത്തേക്ക് റെഡിയാകുമായിരിക്കും. എല്ലാരും നിൽക്കുമ്പോ ഒരു മാനേഴ്സ് ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിക്കുക അല്ലേ മാളവിക? അതിന് മാളവിക എന്തിനും വേറെ ആരെയും നോക്കാറില്ലല്ലോ. തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്യുക, എന്നിട്ട് അതൊക്കെ വിളിച്ച് പറയാ. കഥാ നോവൽ എന്നൊക്കെ ഒരു ഓമന പേരും. അതുകൊണ്ട് എന്തായി? കുടുംബത്തിന് ആകെ ചീത്തപ്പേരുണ്ടായി. ഇക്കഴിഞ്ഞ ഏതോ ഒരു ഓണപ്പതിപ്പിലുണ്ടായല്ലോ. ഞാനിതൊന്നും വായിക്കാറില്ല. വായിക്കാതെ പിന്നെ എങ്ങനെയാ നല്ലതോ കെട്ടതോന്നറിയാ? നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ വെറും കഥകളല്ലേ രേണു? കഥാന്നേ എഴുതണോര് പറയണ പേരാ. വായിക്കണോര് അതൊക്കെ കാര്യമായിട്ട് എടുക്കുക. അങ്ങനെ എടുക്കുകയും ചെയ്തു ഈശ്വരമംഗലത്തെ കഥകൾ. മുഖത്ത് നോക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ എന്തിനാ അമ്മേ വെറുതെ അടുത്തു? പേര് കേട്ട തറവാട്ടിന്ന് വലിയ പഠിപ്പ് ഉദ്യോഗമുള്ള ആള് എല്ലാവർക്കും ഇഷ്ടമായി. അന്ന്
മോളുടെ ഭാഗ്യാന്ന് അമ്മയും കരുതി. എന്നിട്ടിപ്പോ എനിക്കതിന് വിഷമമൊന്നുമില്ല അമ്മേ. ഇപ്പൊ ഞാൻ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്, വെറുതെ എന്തിനാ കണ്ണി കണ്ട നാട്ടിലൊക്കെ പോയി കിടക്കണത്. എംബസിയിലെ ജോലിയും മണ്ണാം കട്ടിയൊക്കെ പോണ വഴിക്ക് പോട്ടെ. ഞാനിനി പോകാതിരുന്നാലോ അമ്മേ? നേരെ ഒരുപാടായി. ഇനി കഥകളൊക്കെ പിന്നെ പറയാം. ആള് പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. കുട്ടികൾ ആരോ മുറി കിടന്ന് ഉറങ്ങുന്നുണ്ട്. മാറ്റി കിടത്തണം. വേണ്ട, ഞാനിന്ന് എൻ്റെ അമ്മയുടെ കൂടെ. ആയിക്കോട്ടെ. എല്ലാ മുറിയിലും ലൈറ്റ് തെളിച്ചിട്ടിരിക്കുക. ആവശ്യം കഴിഞ്ഞ് കെടുത്താൻ പറഞ്ഞാൽ കെടുത്തില്ല. കറണ്ട് ബില്ല് ചുമക്കാൻ ചുമട്ടുകാരെ വിളിക്കേണ്ടി വരും. എന്തെങ്കിലും ആയിക്കോട്ടെ, കുറച്ചു ദിവസത്തെ കാര്യല്ലേ, നീ ആയിട്ടൊന്നും പറയണ്ട. ഞാനൊന്നും പറയുന്നില്ല, അവരെയും കൂടെ മുതലല്ലേ. ജനാർദ്ദനൻ ചെറിയച്ചന്ത ഇവിടെ? അല്ല, നീ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങിയെന്ന് കരുതി ഇറങ്ങിയതാ. കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം. നീ ഉറങ്ങിങ്ങ വേണ്ട, ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ മുട്ടാൻ മാത്രം കൃഷ്ണ എവിടെ ചെറിയ ബുദ്ധി? ബുദ്ധിയൊക്കെ നിങ്ങൾക്കല്ലേ. ആ ബുദ്ധി മുട്ടാണ്ടിരുന്നാ മതി. നീ എന്താ ഒരുമാതിരി? ഇത്തിരി പോന്ന കാലം മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതല്ലേ നിങ്ങളുടെ ചുറ്റിക്കളി. നടന്നോളൂ, നല്ല തണുത്ത വെള്ളം ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ഇനി പോത്തെ കഥ കടച്ചിട്ട് കിടന്നുറങ്ങിക്കൂടെ? എങ്ങാനും ഒരു തീപ്പൊരി എവിടെയും വീണ അനർത്ഥം അനർത്ഥം. ഒന്നാമത് ഐശ്വര്യം കൊണ്ടൊരു കളി. വീട്ടിനകത്ത് പാടില്ലാത്ത കാര്യം അത് നട്ടപ്പാതിലേക്ക്. നിങ്ങൾക്ക് ആർക്കും ഉറക്കില്ലേ? തനിക്ക് ഉറങ്ങാൻ നേരം വാങ്ങി പോയി ഉറങ്ങണോ? ഇയാൾ പറഞ്ഞിട്ട് ഉറങ്ങാൻ ഞങ്ങൾ എന്താ കുട്ടികളോ? ആലമാമേ, നിങ്ങളുണ്ട് അതിനകത്ത്? ഇതൊക്കെ ഒരു മൂടില്ലേ കൃഷ്ണ? മുടങ്ങാതെ പൂജയും കാര്യങ്ങളും ഒക്കെ നടക്കണ കൃഷ്ണന്റെ അമ്പലന്റെ അപ്പുറത്ത് ഈ തറവാട് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുന്ന ഭഗവാന്റെ തലയിൽ കയറി ഇരുന്നിട്ട് വേണോ കള്ളും കഞ്ചാവും കോഴിയൊക്കെ? തൊട്ടപ്പുറത്ത് സന്ധ്യക്ക് തിരികൊടുത്തുന്ന അച്ഛന്റെ അസ്ഥിത്തറ. നമ്മൾ അങ്ങോട്ട് കാണില്ലേലും ഇങ്ങോട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പട്ടണത്തിൽ നിന്ന് വന്നവർക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല. എന്നാലും വിശ്വാസമുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. മതി കുടിച്ചതും കളിച്ചതും ഒക്കെ. പോയിക്കൊണ്ട് തുടങ്ങിക്കോളൂ. ഭരിക്കാൻ വരുന്നുള്ളൂ. ജോലിക്കാരൻ എന്താ ഇത്? അടിക്കിയ കുട്ടികളെ. അയ്യേ, അപ്പൊ അവന്റെ കൈ വാങ്ങിയതോ? നീ ഇപ്പൊ കൈവച്ച് ആരെന്ന് അറിയോ? നിനക്ക് അറിയുമെന്ന്? അറിയാലോ, കുട്ടികൾക്കൊക്കെ അറിയാം. ജോലിക്കാരനൊന്നും തല്ലി അതിനെന്താ? അതിന് അവൻ അവകാശമില്ലേ? നിക്കത് നല്ലതാ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതിനെ കാര്യമില്ലാത്ത കാര്യത്തിലൊക്കെ കണക്കില്ലാത്ത കാശ് വിമാനക്കൂലിയും കൊടുത്ത് കണ്ടെത്താത്ത ദൂരത്ത് വന്ന കുട്ടിയാ. അവന്റെ അടുത്താ ഈ മണ്ടങ്കണാരൻ കറണ്ട് ബില്ലിന്റെ എച്ചി കണക്ക് പറയണേ. 4 കോഴിയുടെ കാലും 2 സീസറിന്റെ കുറ്റിയും അത് അങ്ങോട്ട് വൃത്തിയാക്കേണ്ട കാര്യമില്ല എനിക്കുള്ളൂ. ഇടയ്ക്ക് കിട്ടണത് നല്ലതാ. പഠിക്കാൻ ചെറുപ്പത്തില് തടി വേദനയുടെ തരത്തിലുള്ള അടിയൊന്നും കിട്ടിയിട്ടില്ല. തന്തയും തടയില്ലാത്ത കുട്ടിയിലെന്ന് വിചാരിച്ചു. ഇവിടുത്തെ അച്ഛനും അതെ, അമ്മയും അതെ. ഇപ്പൊ കിട്ടി തുടങ്ങി. ഇനി നന്നാവും. നല്ലതാ. എനിക്കൊന്ന് കണ്ണു തെളിയാൻ ഇത് നല്ലതാ ദേവേട്ടാ. हेलो, कौन बदल गए? Can you hear me? अरे मुझे कुछ भी नहीं सुन रहा है. हेलो? അതാണ് മൊബൈൽ ഫോണിന്റെ റേഞ്ച് മൂല. ഈ മൊബൈൽ ഫോണിന്റെ റേഡിയോ സ്റ്റേഷനെ ശബ്ദം ഇവിടെ നിന്ന് പിടിച്ചാൽ അങ്ങോട്ട് വിടുകല്ലേ? നിന്റെ മൊബൈൽ ഫോൺ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് വേണം അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കാം. അവിടെ നിന്ന് അങ്ങനെ വിളിക്കണ്ട, ഒരു കസാലായിട്ട് ഇരുന്ന് അങ്ങോട്ട് വിളിച്ചോളൂ. 4 നേരം ഉണ്ണാണെന്ന് അങ്ങോട്ട് എത്തിച്ചേരാം. ആ തുണിയിലൊക്കെ കൊടുക്കല്ലേ? റേഞ്ച് അന്വേഷിച്ച് എടുക്കുക പൈസ കാലത്ത്. വാ, നമുക്ക് പുല്ലിന്റെ റേഞ്ച് നോക്കാം. സുഖചികിത്സ കഴിഞ്ഞപ്പോ നമ്മുടെ കുട്ടിശങ്കരനൊന്ന് കുട്ടപ്പനായി അല്ലേ രായപ്പാ? കൂട്ടത്തിൽ ഗോവിന്ദനാശാനും. വാഴ നനയുമ്പോ ചീരയും കൂടി നനയുന്ന നാട്ടു നടപ്പ്. ഉത്രാളിക്കാവിലെ പൂരം കഴിഞ്ഞ പേരാമ്പ്ര ഉത്സവം. ഇതിന്റെ ഇടയിൽ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. തിരൂരൊരു പാലുദ്ഘാടനം മന്ത്രി തന്നെ ഞാൻ ഏറ്റിട്ടുണ്ട്. പിന്നൊരു സിനിമ ഷൂട്ടിംഗ്, അതൊരു ദിവസം മതി. പക്ഷെ കോലോത്തറിയരുത്. പൂരത്തിന് മാത്രം കൊണ്ടുപോയാൽ മതി എന്നാ പറഞ്ഞേ. ആന പറഞ്ഞ അതല്ലേ പതിവ്. ആ പതിവ് അങ്ങനെ എത്തിക്ക. 10 ചില്ലുവാനം തടയും. കേട്ട നീ? കേട്ടു. ആര്? കുട്ടിശങ്കരനാ? അല്ല, ശങ്കരക്കുട്ടിയാര്? ഗോവിന്ദ,
എത്രയാടാ അതിന്റെ നീളം? എന്തേ ഈ നീളം പോരെ? പോരാ, താഴേക്ക് എത്രയുണ്ട്? അയ്യേ, അതൊക്കെ നിന്നെ അറിയണേ? അതല്ലടാ, ഇത്രയും തന്നെ ഭൂമിക്കടിയിലേക്കുണ്ടല്ലോ, അതെത്രയാണെന്നാ ചോദിച്ചേ. നിന്റെ കളി ഞാൻ പൊളിക്കും. കഴിഞ്ഞ തവണ കുട്ടിശങ്കരന്റെ സുഖചികിത്സയുടെ പേരിൽ ശങ്കരൻകുട്ടിയാര് വെട്ടിച്ച കണക്ക് ഗോവിന്ദന്റെ കയ്യിലുണ്ട്. അത് കൃഷ്ണന്റെ മുമ്പിലിട്ട് ഞാനും പൊട്ടിക്കും. പൊട്ടുമ്പോ ഒന്നായിട്ട് പൊട്ടും, വെട്ടിക്കെട്ട് പൊട്ടുമ്പോ. അങ്ങനെ നടക്കാനേ കുട്ടിശങ്കരനോടോ പറഞ്ഞ നടക്കാൻ. ഒന്നും കണ്ടില്ല കേട്ടില്ലെന്ന് കരുതി നടന്നോ? ചികിത്സയൊക്കെ കഴിഞ്ഞ് കുട്ടിശങ്കരൻ ഐശ്വര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അവന് വഴിച്ചെലവിനുള്ളത്. വഴിച്ചെലവ് കുട്ടിശങ്കരനല്ല, ഗോവിന്ദനാ. ആനയുടെ കാര്യം പറയുമ്പോ പാപ്പാനും പെടുവതിനകത്തേ. ഗൗരിയെ, ആ കണക്കെഴുതുന്ന പുസ്തകങ്ങൾ എടുത്തോളൂ. ആനക്ക് എന്താ ചെലവ്? പെട്രോൾ അടിക്കാനോ? ഇത് അയാൾക്ക് ഡീസൽ അടിക്കാനാ. ചേട്ടാ, ഞങ്ങളൊന്ന് എറണാകുളം വരെ പോവാ. കണ്ണ് തെറ്റിയാ കഴിഞ്ഞു ഹോട്ടൽ ബിസിനസിന്റെ കഥ. ഇറങ്ങട്ടമ്മേ, വൈകുന്നേരം ഇവിടെ തന്നെ കാണില്ലേ? അല്ല, വന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാണ്ട്. അപ്പൊ ഇതുവരെ സംസാരിച്ചൊന്നും കാര്യമായിട്ടില്ല. ആ പിന്നെ ഇവിടെ തന്നെ കാണില്ലെന്ന് ചോദിച്ചോണ്ട് പറയാ. ഇവിടുന്ന് എണീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഇരുന്നു എന്ന് വരും. കുഴപ്പമില്ലല്ലോ. പട്ടാമ്പിയില് നോട്ടത്തില് നാളികോരും പാറിച്ച. അതെന്താ, കണക്ക് പുസ്തകത്തിലെ ഫലിത ബന്ധുക്കളോ വായിച്ചു ചിരിക്കാൻ? നോക്കട്ടെ. പട്ടാമ്പിയിൽ നോട്ടത്തിൽ നാളികോരം പാറിച്ച വകയിൽ 17,825 രൂപ 50 പൈസ. അമ്മേ, മണ്ണിശ്ശേരിയിൽ ചേര കടിച്ച വായിൽ. എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും വായിക്കേണ്ട അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? മണ്ണിശ്ശേരിയിൽ ചേന കിളച്ച വകയിൽ. അപ്പൊ ഇതോ പട്ടാമ്പിയിൽ നോട്ടത്തില്. പട്ടാമ്പിയിൽ തോട്ടത്തിൽ നാളികേരം പറിച്ച വകയിൽ. എന്താ തെറ്റ്? ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ അക്ഷരത്തിലുണ്ടാവൂ, അക്കത്തിലുണ്ടാവൂല. നോക്കാലോ. എന്നെ പോലെ തന്നെ സ്ലേറ്റും പുസ്തകവും ഉടുപ്പും കൊടയൊക്കെ വാങ്ങി അച്ഛൻ സ്കൂളിൽ കൊണ്ടാക്കിയതാ മൂപ്പര്. മഴ അങ്ങോട്ട് പെയ്തതും തുടങ്ങിയില്ലേ, എൻചമ്മേ കാണണം, എൻചമ്മേ കാണണം. ഇടിവെട്ടും മഴയും വരുമ്പോ ഞാനിവിടെ ഒറ്റയ്ക്കാവൂലെന്ന് പറഞ്ഞ അത്രേ കരച്ചില്. 2-3 ക്ലാസ് എങ്ങനെയോ ഒപ്പിച്ചു. കരഞ്ഞൊരു അപസ്മാരം പോലെ ആയപ്പോ അച്ഛൻ തന്നെ പറഞ്ഞു, ഇനി എന്റെ കൃഷ്ണ സ്കൂളിൽ പോകണ്ടെന്ന്. പകരം ഞാൻ ട്യൂഷൻ മാഷായി. വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. അവൻ ആവശ്യമുള്ളത് പഠിക്കും, അല്ലാത്തൊന്നും വേണ്ട. പകരം എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ? അടുക്കളപ്പണി, സാക്ഷാൽ കുക്കിംഗ്. ഇവളുടെ അമ്മ മരിച്ച ശേഷം ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇവന്റെ ക്ലാസ്സുകളാ സഹായിച്ചു. ഇപ്പൊ ഇത് വലിയ കുറച്ചിലായിട്ടൊന്നും തോന്നുന്നില്ല. പഠിച്ചിരുന്നെങ്കിൽ ഞാനും പോണ്ടി വന്നേനെ ഉദ്യോഗം എന്ന് പറഞ്ഞ് കണ്ടു. അങ്ങനെ പോകണമായിരുന്നു. അപ്പൊ പിന്നെ ഇവിടെ ആരാ? അമ്മനെ നോക്കാൻ ആരാ? കിണ്ട അമ്മനെ നോക്കാൻ ഇക്കണ്ട പഠിപ്പൊക്കെ തന്നെ ധാരാളാ. കണ്ടില്ലേ, അതാണ് കൃഷ്ണൻ. എന്ത് നല്ല മുടിയാ, ശ്രദ്ധിക്കാഞ്ഞിട്ടാ ഇങ്ങനെ. ശ്രദ്ധിച്ചിരുന്നു ഒരു കാലത്ത്. ഒറ്റക്കുയിൽ പാട്ടെന്നുള്ള പുസ്തകം ഈ കൊളക്കടവിലിരുന്ന് എഴുതിയത് ആര് പറഞ്ഞു? ആരായിരിക്കും? എനിക്കറിയോ? അറിയൊക്കെ ചെയ്യും, പറയാഞ്ഞിട്ടാ. ആരാ പറഞ്ഞത്? കൃഷ്ണേട്ടൻ. ചെമ്പകച്ചോട്ടിലിരുന്ന് ഒറ്റയ്ക്ക് വർത്താനം പറയൂത്രേ മാളുവച്ചി. അതാരാ പറഞ്ഞത്? അതും കൃഷ്ണേട്ടൻ തന്നെയാ, അല്ലാണ്ടാരാ? സത്യായിട്ടും പ്രേമായിരുന്നു അല്ലേ ചേച്ചിക്ക്? ഓ, അവിടെ തുടങ്ങിയിട്ടുണ്ട് മൂപ്പര്. ബൈക്കിളെ പട്ടിണിയാക്കല്ലോ അവള്. നീ എന്തെടുക്ക അവിടെ? കോവിലകം നിൽക്കുന്ന ഈ സ്ഥലം മാത്രം 12 ഏക്കറിലധികം വരും. കോവിലകത്തിന്റെ മതിപ്പ് വില വേറെ. മണ്ണിശ്ശേരിയിലെ തെങ്ങിൻതോപ്പ് നാളികേരം കിട്ടുന്നത് 17 ഏക്കർ. അല്ലാത്ത മറ്റു കൃഷിയുള്ളതും ഇല്ലാത്തതുമായ സ്ഥലം ഒരു 11 ഏക്കർ. വനഭൂമി എന്ന് പറഞ്ഞ നമ്മളെ നട്ടം തിരിച്ച് കേസ് നടത്തി കിട്ടിയ 57 ഏക്കർ സ്ഥലത്ത് പ്രായമൊത്ത തേക്കും മറ്റു മരങ്ങളും അനവധി കിടക്കുക. കൂട്ടുസ്വത്താവുമ്പോ ഒരു പരിധി വരെയൊക്കെ ഒത്തൊരുമിച്ച് പോവാം. പിന്നെ ഓരോരുത്തർക്കും അവനവന്റെ പ്രശ്നങ്ങൾ തീർക്കണ്ടേ? ഇപ്പൊ തന്നെ ശേഖരം ചെറിച്ച് നമ്മുടെ ഞാൻ ഇത്തിരി കഷ്ടത്തിൽ തന്നെയാ. രുക്മിണിയുടെ 8-9 കൊല്ലത്തെ ചികിത്സയും മരണവും, അത് കഴിഞ്ഞ് മൂത്തോള് രേണുകയുടെ ഭർത്താവിന്റെ അപകട മരണം. ആ 2 മക്കളും എന്റെ ചുമലിലായി. ഇളയുള്ള മെഡിസിന് ചേരാനുള്ള പണം, പഠിക്കാനുള്ള ചെലവ്.
എന്തെങ്കിലും കിട്ടാനുള്ളത് കൈ കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊന്നും നടുനോർത്തായിരുന്നു. ഞങ്ങളും പറയുന്നില്ല എന്നേ ഉള്ളൂ. ഈശ്വരമംഗലത്തെ അനിയൻ വർമ്മ എന്ന സ്ഥാനപ്പേരും വാടക വീട്ടിൽ താമസവും, അതും ബാംഗ്ലൂര്. കാശിന് എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന് വെച്ച് പൊളിക്കാൻ എളുപ്പമാണ്. ഇനി ഇതൊന്നും നമ്മളായിട്ടുണ്ടാക്കാൻ പോണില്ല. ഒരു കാലഘട്ടത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ ജീവിക്കുന്ന അടയാളങ്ങളാണ് ഇതൊക്കെ. ഒരു ചരിത്ര സ്മാരകം പോലെ. ഇയാൾ എന്ത് വർത്തമാനായി പറയണത്? എന്റെ മഹേന്ദ്രൻ പരമോനെ, അതൊക്കെ പുറത്തു നിൽക്കുന്നവർക്ക് പറയാൻ കൊള്ളാം. നിങ്ങൾ പ്രവർത്തനമാർക്ക് കോളേജിൽ പഠിപ്പിക്കുകയും ചെയ്യാം. ചരിത്ര സ്മാരകം കുന്തം കുറച്ചക്കറന്നൊക്കെ. ശരിയാണ്, ഞാൻ പുറത്തുനിന്നുള്ള ആളാ. വിറ്റ് ഞങ്ങളുടെ വീതം കയ്യിൽ തന്നാ കൊണ്ടുപോയി പുട്ടടിക്കാന്നല്ലാണ്ട് എനിക്കെന്താ? മഹി അളിയൻ കാര്യങ്ങൾ അങ്ങനെ കാണരുത്. മഹി പറഞ്ഞത് ശരി, പക്ഷെ ജനാർദ്ദനൻ അളിയനും സുധിയും പറഞ്ഞതാ ആദ്യത്തെ ശരി. അതായത് എറണാകുളം നഗരത്തിന്റെ ഏറ്റവും കണ്ണായ സ്ഥലത്ത്, കായൽ തീരത്ത് ഈ ഈശ്വരമംഗലം ഇതുപോലെ എടുത്തു കൊണ്ടുവച്ചു എന്ന് തോന്നത്തക്ക വിധം കേടുവരാതെ പൊളിച്ചെടുത്ത് പണിയുന്നു. ഒരു ഹെറിറ്റേജ് ഹോട്ടൽ. നമ്മുടെ എല്ലാവരുടെയും പാർട്ട്ണർഷിപ്പിലാണ് ഉദ്ദേശം. ഇനി താല്പര്യമില്ലാത്തവർക്ക് വിധം വാങ്ങി ഒഴിയാം. സുധിയുടെ അച്ഛന്റെ സഹോദരങ്ങൾ ഇവരൊക്കെ പല വഴിക്കും പോയപ്പോഴും അദ്ദേഹം കൃഷി ചെയ്തും നോക്കിക്കൊണ്ട് നടന്നു ആണല്ലോ ഈ കോവിലകവും സ്വത്തുക്കളും ഒക്കെ ഈ നിലയിൽ എത്തിച്ചത്. തന്നെയല്ല, സുധിയുടെ അമ്മയുടെ ഒരു ആയുസ് മുഴുവൻ ഇവിടെയാണ്. പെട്ടെന്ന് ഇതൊക്കെ അവർക്ക് ഇയാള് പിന്നെ കുത്തിത്തിരിപ്പോടും കാണോ? കണ്ണോണ്ട് മാത്രം കാര്യങ്ങൾ കാണുമ്പോ അങ്ങനെയൊക്കെ തോന്നും. ആ, എന്താന്ന് വെച്ചാ തീരുമാനിച്ചോളൂ. ഏത് തീരുമാനത്തിനും എന്റെ ഭാര്യയും ഞാനും എതിരല്ല. വേണ്ടെന്നേ, തീരുമാനിച്ചോളൂ. അഭിപ്രായ വ്യത്യാസമൊക്കെ ഏത് കാര്യത്തിനും ഉണ്ടാവും. അതൊക്കെ അതിന്റെ വഴിക്കും, നമ്മൾ നമ്മുടെ വഴിക്കും, അല്ലേ ചേട്ടാ? പണ്ട് അമ്പാടിയിലെ കൃഷ്ണനോട് പൈക്കൾക്കൊക്കെ വലിയ ബഹുമാനമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളെന്താ മക്കളെ ഈ കൃഷ്ണനോട് ഇങ്ങനെ? ഒന്ന് ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കില്ലല്ലോ. പക്ഷികളോടും മൃഗങ്ങളോടും മരങ്ങളോടൊക്കെ വർത്തമാനം പറയുമ്പോ മറുപടി കിട്ടാറുണ്ടോ? പിന്നെ സകല ജന്തുമിത്രാദികൾ എന്നോട് വർത്തമാനം പറയും, ഞാൻ അങ്ങോട്ടും. ഇല്ലേ മക്കളെ? കേട്ടില്ലേ? അല്ല, ഉറങ്ങാറായില്ലേ? ഇല്ല. കേട്ടില്ലേ? ഉറങ്ങാറായി എന്ന് പറയാ. പഴയ ആ നിലാവും കാറ്റിന്റെ ചൂളം വിളിയും ചീവിടുകളുടെ പാട്ടും ഒക്കെ എപ്പോഴും പഴയ പോലെ തന്നെ അല്ലേ കൃഷ്ണേട്ടാ? ഒരു കഥ ഇങ്ങനെ നട്ടംതിരി നടക്കണ്ടോ മനസ്സില്? ഇവിടെ വന്നപ്പോ പണ്ടെന്നോ എഴുതാൻ ബാക്കി വെച്ചത് വീണ്ടും എഴുതണമെന്ന് തോന്നുക. പിന്നെ വേണ്ടേ, പേനയും കടലാസും എടുത്താലേ മാളു മാളവിയാവുള്ളൂ. എഴുതണ മാളുവിനെ ഇഷ്ടം. ഒരു നോവലാ. ആദ്യമേ തന്നെ പേരിട്ടു, എന്റെ മുറ്റത്തെ നല്ല മരം. എന്റെ മുറ്റത്തെ നന്മ മരം. നല്ലതിനല്ലേ നന്മ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അങ്ങനെ വായിക്കാം. പക്ഷെ നമ്മുടെ മുറ്റത്ത് ഏതാ ആ നന്മ മരം? ഇതാ ഇതാ എന്റെ മുറ്റത്തെ നന്മ മരം. തനിക്ക് കിട്ടിയൊന്നും മതിയായില്ലേ? പഴയ ചുറ്റിക്കളി പുതുക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ രണ്ടും കൂടെ? വേണ്ടാത്ത പറയരുത്. പറഞ്ഞുകൂടാ, കാണിക്കാം. നിനക്കും അവൾക്കും അല്ലേ? അവളോ? നിന്റെ അച്ഛന്റെ ഏട്ടന്റെ മോളാ മാളു, നിന്റെ ഏടത്തി. ഓ, ഏടത്തിയാണോ? അവൾ എഴുതിയതൊക്കെ വായിച്ചാൽ വിളിക്കേണ്ട പേര് തേവിടി ചെയ്യുന്നു. എന്താ വേണ്ടാന്ന് വെച്ചിട്ട് ഒടുക്കം നീ ചോദിച്ചു വാങ്ങി. ഈശ്വരമംഗലത്തെ ചോരയാണെന്ന് കണ്ടിട്ടാ അന്ന് ഞാൻ ക്ഷമിച്ചത്. പോയി മോന്ത ചൂടുവെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിക്കോ. വീട്ടുജോലിക്കാരന്റെ എച്ചിൽ പാത്രം കഴുകുന്ന കൈകൊണ്ടാ തമ്പരാൻകുട്ടിക്ക് മോന്തയ്ക്ക് കിട്ടിയത്. ആരോടും പറയണ്ട, പോയി കിടന്നോ.